മണലും മെറ്റിലും കൊണ്ട് തട്ടും പോലെയാണ് കൊണ്ട് തട്ടുന്നത്. എന്താന്ന് പറ, തൊട്ട് നോക്കുമ്പോ അറിയാം. തൊട്ട് നോക്കി ഇതെവിടെ പോയി എന്നെ കടിക്കോ? പക്ഷെ എനിക്കിപ്പോ ഒരു സഹതാപം തോന്നുന്നു. എന്താ നമ്മൾ തോറ്റി തുന്നാൻ പാടല്ലേ. എന്താന്ന് പറ, തൊട്ട് നോക്കുമ്പോ അറിയാം. തൊട്ട് നോക്കി ഇതെവിടെ പോയി കടിക്കണ സാധനം വല്ലോ ആണോ? അല്ല തിന്നണ സാധനം, നമുക്ക് കടിക്കാം. തിന്നണ സാധനം അത് പഠിക്കാനുള്ളതാണ്. എന്നെ കടിക്കോ? ഇല്ല. തങ്കുവിന് ഇത് കണ്ടിട്ട് ഇത് വടിയാണോ? ഞാൻ പറഞ്ഞൊരു മൃഗത്തിന്റെ ഐറ്റം ആണിത്. ഇത് കമ്പ് പോലെ ഉണ്ടല്ലോ, മാങ്ങയുടെ ഞെട്ട് പോലെ ഉണ്ടല്ലോ. കണ്ണിമാങ്ങ നോക്കട്ടെ. പ്രായത്തിൽ കണ്ണിമാങ്ങ അല്ല, അമ്പഴങ്ങയാണോ? അല്ല, ഇതിന്റെ തുമ്പ്. കണ്ണിമാങ്ങ ആണെങ്കിൽ ഇവിടെ ഒരു തുമ്പുണ്ടാവേ, അമ്പഴങ്ങ ആണെങ്കിൽ തുമ്പുണ്ടാവൂല. മണുത്തു നോക്കാന്ന് വെച്ചാൽ മൂക്കൂല. അമ്പഴങ്ങയാണോ ഇത്? പക്ഷെ എനിക്കിത് പെട്ടെന്നേ എനിക്ക് വേറെന്താണ്ടോ തോന്നി കണ്ടപ്പം. എനിക്കൊന്നും തോന്നില്ല. എന്താ ഇത്, അമ്പഴങ്ങയാണോ? അമ്പഴങ്ങയാ. ആ, എന്നിട്ട് പറഞ്ഞൂടെ അത്. ഇത് പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതേ ചേച്ചി അല്ല, ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചേച്ചി അസാധ്യ. അല്ല, മറ്റേ സ്കില്ലുള്ള ഒരാളാണ്. മാങ്ങയാണെങ്കിൽ അതിന് തുമ്പ് ഉണ്ടാവുമല്ലോ. ഇത് മാങ്ങയില്ല, ഉരുണ്ടിരിക്കണേ. പിന്നെ പക്ഷെ ഇത് വേണമെങ്കിൽ നമുക്ക് ഈന്തപ്പഴമാണെന്ന് വിചാരിക്കാം. ഈന്തപ്പഴം എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഗുരുവേ, ഞങ്ങൾ കീഴടങ്ങി. ശരിയാ, വേറെന്തെന്ന് തോന്നുന്നു. പക്ഷെ അമ്പഴങ്ങ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു, കണ്ടിട്ടില്ല ചേച്ചി. നമുക്കാണെങ്കിൽ അവിടെ എവിടെയാ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട് ചേച്ചി അമ്പഴങ്ങ. കണ്ണിങ്ങനെ അടച്ചു ഇതായിട്ട് തല ചുറ്റി തുടങ്ങി. ആണല്ലേ? അപ്പൊ നമുക്ക് കഴിക്കാം. ഗുരുവേ, അയ്യപ്പ. ഓക്കേ. ഈ പ്രകാശം കണ്ണ് കെട്ടിയത്. പക്ഷെ എനിക്കിപ്പോ ഒരു സഹതാപം തോന്നുന്നു. എന്താ? നമ്മൾ തോറ്റി തുന്നാൻ പാടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അത് വെന്തോ നോക്കാം ചേച്ചി. ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, എന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനടുത്ത് മാറ്റാം ഇത്. അപ്പൊ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നട്ട്സ് അല്ലേ? നട്ട്സ്, ബട്ടർ എടുക്കുക. ബട്ടർ. ഓക്കെ, ബട്ടർ. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫുള്ള് വേണ്ടി വരുമോ? വേണ്ട. ഓക്കെ, നമുക്ക് എല്ലാ നട്ട്സും ഇടാം അല്ലേ? അല്ല, ആദ്യം ഇതേ ആണോ? വെജിറ്റബിൾസ് അതിലിട്ട്. ഓക്കെ, നട്ട്സിന് അത്ര വേഗം വേണ്ടാന്ന് തോന്നുന്നു. വേണ്ട, അപ്പോൾ ഇടട്ടെ. ഇങ്ങനെ എടുത്ത് തട്ടിയാ മതിയോ? തട്ടി തരട്ടെ? അല്ലല്ല, അതിൽ വെള്ളം ഉണ്ടല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വെജിറ്റബിൾ വെന്തതിന്റെ ആ ഒരു സത്ത് ഈ വെള്ളത്തിലല്ലേ? അത് നമ്മളിത് എടുക്കുമല്ലോ, ഈ വെള്ളം. ആണോ? അവസാനം എടുക്കും. ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇപ്പോൾ വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. ശരി, ഓക്കെ. ബട്ടറില്ലേ? ഇളക്കി സഹായിക്കണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയണം. വേണ്ടേ, തങ്കൂന് അങ്ങനെ മുട്ടറുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ നട്ട്സ് ഒക്കെ അത്രയും കിട്ടാലോ. കിടക്കട്ടെ, ഇത് ടേസ്റ്റ് ആയിരിക്കും. ഉണക്കമുന്തിരി. ഓക്കെ, ഇത് ഞാൻ തട്ടട്ടെ? തട്ടിക്കോ. ഇല കിടക്കട്ടെ. കിട്ടട്ടെ ആരോഗ്യം, വരട്ടെ ആരോഗ്യം. തങ്കു തുള്ളണം ഇത് കഴിച്ചിട്ട്. ഒരു അളവൊന്നും ഇല്ലാത്തതാണ്. മണലും മെറ്റിലും കൊണ്ട് തട്ടും പോലെയാണ് കൊണ്ട് തട്ടുന്നത്. അല്ല, നട്ട്സ് നമുക്ക് എത്ര കഴിച്ചാലും നല്ലതാണല്ലോ. ഒരളവ് കണക്കാക്കിയാണ്. തങ്കുനാണെങ്കിൽ കൊളസ്ട്രോളേ ഉള്ളൂ. ഓക്കെ, മെറ്റിലും കൊണ്ട് തട്ടും പോലെ ഓരോ സാധനം. ഈ ബാക്കി വന്ന 2 കാഷ്നട്ട് ഞാൻ കഴിക്കട്ടെ. എനിക്കറിയായിരുന്നല്ലോ അത് സംഭവിക്കുന്നു. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ നവരത്ന കൂട്ടുകറിയുടെ കൂട്ടുകറി. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഐറ്റം. എനിക്കിത് വലിയ ഇഷ്ടമുള്ളൊരു എനിക്കും പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ
നമ്മുടെ പനീറിലേക്ക് ചട്ടി ഇടരുത്, തട്ടി ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പൊടിഞ്ഞു പോകാതെ നോക്കാം. ഇനി നമ്മുടെ അപ്പം നമുക്ക് ഇത് ഇനി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് കോരി മാറ്റോ, വേറെ പാത്രം വേണല്ലേ? എന്നിട്ട് കുറച്ച് പൊടിഞ്ഞ് വന്നല്ലേ ചേച്ചി? ആ പനീറൊക്കെ പനീറിന്റെ കളറൊക്കെ മാറി. ഇപ്പം നല്ല ബട്ടറും ഇതെല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു മണം വരും. സൂപ്പർ സൂപ്പർ മണം. ചേച്ചി വന്നു. ഒരു കാര്യം. ഇത് ഞാൻ എടുത്ത് അപ്പുറത്തോട്ട് വെക്കട്ടെ. ഇത് വേണമല്ലോ നമുക്ക്. ആ വേണം വേണം. നമുക്ക് ഇതിലേക്ക് ഇത് കോരി മാറ്റാം. ബട്ടറുണ്ടോ തങ്കു? തീ കുറച്ച് ഞാൻ ഇടട്ടെ? ആയിട്ടോ, ഊതട്ടെ? എത്ര വേണ്ടി വരുമോ? ഊതിക്കോ, കുറച്ചുകൊണ്ട് കേട്ടോ. അയ്യോ തങ്കുവിൻ്റെ മുഖം പോയി. തങ്കു, വാട്ട് ഈസ് ദിസ് തങ്കു? മതിയോ? കുറച്ചിട്ടോ, സവാള മൊരിയണ്ടേ അല്ലേ? ചേച്ചി വാങ്ങിച്ചിട്ട് തന്നെ നല്ലത്. അവളെ തട്ടും. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനാണ് പ്രിപ്പയർ ചെയ്തതെന്നുണ്ടെങ്കിൽ സവാള നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചില്ലായിരുന്നു. അതാണ്. അതെ 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 അതെ, നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി അതില് കുക്കിംഗ് പരീക്ഷണമൊന്നും വേണ്ട, അഭിപ്രായം ഒന്നും പറയണ്ട. ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് ഇടാൻ നമുക്ക്. ഉപ്പല്ലേ ഇട്ടുള്ളൂ. ഇതിലിടണ്ട, ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് ഇത് വാടി കിട്ടും. എനിക്ക് ഈ സവോള വഴന്ന് വരുമ്പോ ഉണ്ടല്ലോ, അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, എന്നാലും എനിക്കൊരു സമാധാനം വരും. നമ്മൾ കാരണം ഇന്നതിനൊന്നുമില്ല. അല്ല ചിക്കൻ കറിക്ക് നമ്മൾ ഒന്ന് വഴന്ന് വരുമ്പോ നമ്മൾ അടുത്തിടുന്നത് അടുത്ത് നിക്ഷേപിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ചേച്ചി പട്ട പൊടിച്ചും വെച്ചിട്ടുണ്ട്. പട്ട അത് അവസാനം മതി. അവസാനം മതി. സംഭവം നീതി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടേ പറയൂ. വേറെ കഷ്ണം കേട്ടോ. തങ്കുവേ, ചേച്ചി ഇന്നങ്ങ് പോവും, ജസ്റ്റ് പോവും. ഇവിടെ നമ്മളെ കാണൂ. എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയ ചിലപ്പോ അതിന്റെ ഭയാനകമായിരിക്കും. നല്ലതിന് തന്നെ പറയണം. എന്നിട്ട് എന്നെ നല്ലതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ തങ്കു. എത്ര നല്ലതാ, ഞാൻ എത്ര നല്ലതാ? നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നതല്ല, മറ്റുള്ളവർക്ക് തോന്നുന്നത്. എന്നെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് പേര്. ഇല്ലേ, നമ്മൾ ഓർമ്മിപ്പിക്കല്ലേ ചേച്ചി? നമ്മളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരാൾ അടുത്ത് നിൽക്കുന്നല്ല, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളോട് പറയും, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ആരാണ് നമ്മളെ ലേന പറയുന്ന ഒരു ഇതിൽ കേട്ടതാട്ടോ, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്കപ്പോൾ ഈഗോ അടിക്കും എന്നാ പറയണേ. ശരിയല്ലേ, നമുക്കൊരു പ്രശ്നമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ അന്നേരം അത് വളരെ ക്ഷമയോടെ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്നൊരാൾ ചോദിക്കുമ്പോൾ നമ്മളത് കേൾക്കണം. ഈഗോ അടിക്കല്ല വേണ്ടത്. അപ്പോൾ അവർ നമ്മളോട് പറയും, നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അനുസരിക്കാൻ പറ്റില്ലായിരിക്കാം, എന്നാലും നമ്മളത് കേൾക്കണം. കുറച്ച് സമയം കൊടുത്താൽ മതിയല്ലോ. കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ വേണ്ടതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരിത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. ശരിക്കും നമ്മൾ അങ്ങനെയാണോ എന്ന് ആലോചിക്കണം. ആലോചിക്കുമ്പോൾ സത്യമാണെങ്കിൽ നമുക്കത് മാറ്റി പിടിക്കണല്ലേ നല്ലത് അല്ലേ? അതെ, ചിലര് കൊന്നാലും അതിൽ തന്നെ പിടിച്ചേക്കും, മാറ്റി പിടിക്കില്ല. ഇപ്പൊ സംഭവിച്ചത്. ഞാൻ എപ്പോഴേ മാറി, ഞാൻ ഇന്നിവിടെ. ഓരോ ഗസ്റ്റിനെ വിളിക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ളത് അടിച്ചു മാറ്റുക, എന്നിട്ട് ഹോം സ്റ്റേയിൽ ഞങ്ങളുടെ വെറൈറ്റി അവതരിപ്പിക്കുക. വിരോധാഭാസമാണിത്. നമ്മള് ചുറ്റും നിന്ന് ഇങ്ങനെ പുകഴ്ത്തി പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഇപ്പൊ ചേച്ചിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നില്ലേ? ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ടെന്ന് ഉറച്ചില്ലേ? ജനങ്ങളുടെ മുമ്പ് വീട്ടിൽ ഒരുപാട് പേർക്ക് വീട്ടിൽ കുക്ക് ചെയ്ത് കൊടുക്കണ ദിവസം. ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ ചേച്ചി? എന്താണ് പ്രോബ്ലം മനസ്സിലാക്കണില്ല. പക്ഷെ ചിലത് നമ്മള് എന്താ പറഞ്ഞ അരമണിക്കൂർ കേട്ടിട്ട് നമ്മളത് അംഗീകരിക്കണം. ചേച്ചി അംഗീകരിച്ചില്ല. ചേച്ചിക്ക് പ്രശ്നം പറയട്ടെ, പറഞ്ഞോ. പച്ചക്കറി വേവിച്ചപ്പോ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നീട് ഉപ്പിട്ടായിരുന്നല്ലോ. ഉപ്പിട്ടായിരുന്നു, കുറഞ്ഞുപോയി. കുറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇതിൽ ഉപ്പിട്ടല്ലോ. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഒരു കാര്യമില്ലാതെ അവർക്ക് ജയിക്കാൻ വേണ്ടി മറ്റൊരാളുടെ തലയെ കൊണ്ടല്ല. എനിക്കറിയാം, ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നേ. എനിക്കറിയാം. ഞാൻ ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരാളുടെ താങ്കൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണം. അപ്പൊ നമ്മളത് അതെടുത്ത് പ്രയോഗിക്കാൻ നോക്കി. തങ്കു പിടങ്ങി പോവും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ. അപ്പൊ ചേച്ചി എങ്ങനെ പിടങ്ങി പോകുന്ന പോലെ ഞാൻ സംശയിച്ചു. ഇനി നമുക്ക് ആ പച്ചക്കറിയിലേക്ക് തട്ടട്ടെ. എടുത്ത് നടുവൊക്കെ പോവോ? ചാന്ത് കെട്ടും പോലെ ഇങ്ങനെ
ചാന്ത് തട്ടും പോലെ വീണം തോന്നുന്നല്ലേ എല്ലാം. നോക്ക് തങ്കു, ഈ ബീഫൊക്കെ വെക്കുമ്പോൾ നെയ് കഷ്ണം കിടക്കണമല്ലോ. അതെ 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 അതെ. നല്ല ഭംഗി ചേച്ചി കാണാൻ. കണ്ട പച്ചയും ആ റെഡ് കളറും. ഇനി കുറച്ച് പൊടികളൊക്കെ ഇടണ്ടല്ലോ. മസാലപ്പൊടി, പിന്നൊക്കെ പട്ട, പൈനാപ്പിള്. ഇനി ഞങ്ങളുടെ സ്വന്തം പറമ്പിൽ നട്ടു വളർത്തിയ പൈനാപ്പിള്. അതെ അതെ, നട്ട് വളർത്തിയ പൈനാപ്പിൾ. അതെ, നട്ടു വളർത്തിയ പൈനാപ്പിൾ. പൈനാപ്പിൾ ഇട്ടു കൊടുക്കും. അത് ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയും. അതെ. ഇനി നിങ്ങൾക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതെ, ഈ പൈനാപ്പിൾ കൂടെ ചെല്ലുമ്പോണ്ടല്ലോ, നിങ്ങൾ സ്വന്തം നട്ടു വളർത്തിയ പൈനാപ്പിൾ കൂടെ ചെല്ലുമ്പോണ്ടല്ലോ, വേറെ ടേസ്റ്റാണ്. പൈനാപ്പിൾ വെന്ത് ചെയ്യുമ്പോഴേ പ്രത്യേക ടേസ്റ്റാണ്. ഈ പൈനാപ്പിൾ ജാമിന് പ്രത്യേക ടേസ്റ്റ് ബാക്കിയുള്ള ജാമിനേക്കാൾ അല്ലേ? വരുന്നുണ്ട് ചേച്ചി, നല്ല മണം. ചൂടടിക്കുമ്പോൾ തന്നെ അത് വേവുമല്ലോ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണോ? തങ്കുവിനെ ഞാൻ ഈ വിറകൊന്ന് കത്തിക്കാൻ ഏൽപ്പിച്ചായിരുന്നേ. യോ യോ യോ, പൊടി 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 പൊടി. ആ ഓക്കെ. മസാല, മസാലപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി ഇട്ടു. ഓക്കെ. ഇനി വെള്ളം ഒഴിക്കോ ചേച്ചി? വെള്ളം ഒഴിക്കോ? ഇനി വെള്ളം ഒഴിച്ചോ. ഒരു 2 ഗ്ലാസ് ഒഴിച്ചേ. വെച്ചോട്ടെ. ഒരു ഗ്ലാസ് ഒഴിച്ചു. ഓക്കെ. കുറച്ചുകൊണ്ട് വേണം കേട്ടോ. ഒരു ഗ്ലാസ് ഒഴിച്ചോ താങ്കു. നല്ലോണം ഒരു ഗ്ലാസ്. ഓക്കെ ഓക്കെ. അന്നെടുത്തായിരുന്നു പൊട്ടുന്ന. നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ ഇത് ഫ്രഷ് ക്രീം ഒഴിക്കാം അല്ലേ? അത് കുറുകി വരട്ടെ. ഇത് കുറുകി വരട്ടെ. തിളച്ച് അടച്ച് കുറച്ചുകൂടെ ഒന്ന് സ്പീഡിലാവും. തീ കത്തിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ തുറന്നാലോ? നമുക്ക് അതിനെ ഇനോഗ്രേഷൻ ചെയ്താലോ? ആഹാ. ഇനി നമുക്ക് അലിഞ്ഞ് വന്ന് ഒരു സാധനം കൂടി ഇടാനുണ്ട്. എന്താണ്? ഫ്രഷ് ക്രീം. അയ്യോ, അത് പറയണ്ടത്. ഇങ്ങോട്ട് നമുക്ക് അതിനെ ഗസ് ചെയ്യായിരുന്നു. ഒഴിക്കട്ടാ. ചുറ്റും ഇങ്ങനെ. എനിക്ക് ആ ഒരു നമ്മുടെ സ്റ്റൂവിൻ്റെ ഒക്കെ ഒരു അല്ലേ, ഒരു ലുക്ക് കണ്ട സ്റ്റൂ ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ നവധാന്യ കൂട്ടുകറി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ഇത് മാത്രം കഴിച്ചാൽ മതി, എല്ലാമായി. എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചാലോ? കഴിച്ചാലോ? നവരത്ന കൂട്ടുകറി ചപ്പാത്തി കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം. ചപ്പാത്തി എടുത്ത് വയ്ക്കാം. ചപ്പാത്തിയുടെ ഷേപ്പ് കുറച്ചൊരു ഇങ്ങനെയാണ്, ഹാൻഡ് മെയ്ഡ് ചപ്പാത്തി. അകത്തേക്ക് പോകുമ്പോൾ ഷേപ്പ് ഇല്ലല്ലോ. എനിക്ക് ഇന്നത് തന്നെ വേണം, എനിക്ക് ഇന്നത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ചുണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടാവും മക്കള്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് ഇന്നത് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. വീട്ടിലുള്ളപ്പോൾ വീട്ടിലൊക്കെ വളരെ അപൂർവമാണല്ലോ ഉണ്ടാവുക. അപ്പം ഉണ്ടാക്കി കൊടുക്കും. അതിന് സമയം കണ്ടെത്തി ഇതുപോലെ ഒരു ഡിഷ് സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുക്കും. ഇത് ആ ബട്ടറിന്റെ മണം. എന്നാലും പിള്ളേർ ചോദിക്കുന്നത് എന്ത് സാധനമായിരിക്കും? കൂടുതലും ഒരു ബിരിയാണിയൊക്കെയാണ് പറയണത്. അതുകൊണ്ടൊക്കെ അറിയാമോ? അതാ നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞത്, സവാള ഇങ്ങനെ മൊരിച്ചിടണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. സവാളയാണ് മിക്ക കറിയുടെയും ടേസ്റ്റ്. സവാള നല്ല മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെയാണ്. എന്ത് കറി വെക്കുമ്പോഴേ നമ്മളിങ്ങനെ അത് വാടിയില്ലെങ്കിൽ വേറൊരു ടേസ്റ്റാണ്, ഒരു പച്ച ചുവയാണ്. ചില ആൾക്കാർ വെറുതെയും ഈ ചോറ് കഴിക്കുമ്പോഴും സൈഡിൽ കുറച്ച് സവാള അപ്പം അത് നമ്മൾ സാധാരണ അത് കഴിക്കുന്ന വേറെ ടേസ്റ്റ് അല്ലേ. സവാള അവിടെ ഇവിടെ അല്ലാത്ത വിധത്തിൽ വാട്ടിയിരുന്നുണ്ടെങ്കിൽ വേറെ ടേസ്റ്റാണ്. അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണിന്റെ സവാള ഇല്ലാത്ത ചിന്തിക്കണ്ട അല്ലേ? ഇത് സവാള ഇങ്ങനെ മൊരിച്ചു വെക്കുമല്ലോ, നല്ല ക്രിസ്പി ആയിട്ട്. അത് കുറേശ്ശെ ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഈ നമ്മൾ ഈ ഗ്രീൻ പീസ് ഒന്നും അധികം അങ്ങനെ
ഈ ഡെയിലി കുക്കിങ്ങിൽ എത്ര വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് ഗ്രീൻ പീസ്. എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ. അതാ എല്ലാ വീട്ടിലും ഞാൻ പിറക്കി മാറ്റുന്നു. പക്ഷെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. കുട്ടികൾക്കൊക്കെ ആദ്യമേ നമ്മൾ കൊടുത്ത് ശീലിക്കുന്ന രുചിയാണല്ലോ അവർ പിന്നെ. ഗ്രീൻ പീസ് ചപ്പാത്തിക്കൊക്കെ ആൾക്കാർ ഉണ്ടാക്കുമല്ലോ. ചിലപ്പോൾ ലൊക്കേഷനൊക്കെ ചെല്ലുമ്പോൾ ഇതുണ്ടെങ്കിൽ മൂട് പോയി നോക്കും. ഞാൻ അപ്പം തന്നെ വിചാരിക്കും മൂട് പോയി. അത് അങ്ങനെ വെച്ചതുകൊണ്ട്. പക്ഷെ ഇതിലിപ്പോൾ ഓക്കെയാണ്. ഇതിലിട്ടപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഞാനും അങ്ങനെ കഴിക്കുന്ന ആളല്ല. പക്ഷെ ഇതിലെനിക്ക് പെട്ടെന്ന് ചപ്പാത്തിയുടെ ഫുൾ ഇങ്ങനെ ഒഴിച്ചപ്പോഴേ ഞാൻ ചേച്ചി പറഞ്ഞ എനിക്ക് ടെൻഷനായി, അയ്യോ ഗ്രീൻ പീസ്. പക്ഷെ ഇപ്പം ഞാൻ ഗ്രീൻ പീസാണ് കൂടുതൽ കഴിക്കുന്നത്. ടേസ്റ്റ് ഉണ്ട്. അത് ഗ്രീൻ പീസ് ചപ്പാത്തി, ഗ്രീൻ പീസ് പൂരി അല്ലേ? പൂരി അപ്പം. അതെ അതെ, പൂരിക്ക് എപ്പോഴും നമ്മൾ പൊട്ടറ്റോ ആണ് കൂടുതൽ. എപ്പോഴും തുറന്നിട്ടേക്കും, അടയ്ക്കാറില്ല ഞാൻ അടയ്ക്കാറില്ല. എപ്പോഴും വെൽക്കം. ഗേറ്റ് അടയ്ക്കാറില്ല. ചേച്ചിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇത് കാട്ടിലല്ലേ ഇത്? വേറെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല. നിങ്ങളുണ്ടല്ലോ പിന്നെ. അങ്ങനെയല്ല, നമ്മളിവിടെ ഇലക്ട്രിക് വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മൃഗങ്ങളൊന്നും ആക്രമിക്കില്ല. മൊത്തത്തിലൊരു കാട് ഏരിയയിലാണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്. ഭയങ്കര ഭംഗി, ഒരു രക്ഷയില്ല. വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കുറേ കിളികളുടെ ശബ്ദം, ചീവീടിന്റെ ശബ്ദം, തവളയുടെ ശബ്ദം, ഇതൊക്കെ ആയിരിക്കും രാത്രി നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഒരു 9 പ്രാവശ്യമെങ്കിലും ഇതിന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതെന്താ? ഭംഗിയുടെ അതുകൊണ്ടല്ലേ നവരത്ന കൂട്ടുകാരുണ്ടാക്കി തന്നെ. 9 ഭാവങ്ങളാണ് പ്രകൃതിക്ക്. മഴയും മഞ്ഞും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല പല കളറ്. ചേച്ചി വന്ന സമയത്ത് ഉച്ചയ്ക്ക് വേറെ ഒരു മൂടായിരുന്നു, വൈകുന്നേരം പിന്നെ വേറെ. ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി വന്നതിൽ. വളരെ സന്തോഷം. എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന്, നിങ്ങളെ തങ്കച്ചനെ ഞാൻ നമ്മൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്നോണം. കണ്ടിട്ടില്ല. എവിടെയോ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കണ്ട് മറന്നു എന്നൊക്കെ പറയും. പല ഷോകളിലും ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റേ പ്രോഗ്രാമൊക്കെ കാണുമ്പോഴേ കാണുന്ന നല്ല ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. സന്തോഷം. രണ്ടുപേരെയും കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. എന്താണെന്നറിയോ ചേച്ചി, കുറച്ചുകൂടി ചേച്ചി ഇങ്ങനെ പ്രസന്നവതിയായിട്ട് കാണുന്നു. അത് ഭയങ്കര ഒരു സന്തോഷം. ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെയാണ്. കുറച്ചല്ല, ഞാനിപ്പം ഓക്കെയാണ് ശരിക്കും. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഈ സന്തോഷം, ഈ നിറഞ്ഞ മുഖമല്ലേ, ചിരി, അതെപ്പോഴും ഉണ്ടാവട്ടെ.